ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് ചപ്പാത്തിയുടെയും നൂലപ്പത്തിൻ്റെയും അപ്പത്തിൻ്റെയും പത്തിരിയുടെയും എല്ലാം കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു വെജ് കുറുമയുടെ റെസിപ്പി നോക്കാം. ആദ്യം നമുക്ക് ഇതിലോട്ടുള്ള വെജിറ്റബിൾസ് ഒന്ന് വേവിച്ചെടുക്കാം. ഇതിനായിട്ട് ഒരു കപ്പ് ഗ്രീൻ പീസ് ആദ്യം കുക്കറിലോട്ട് ചേർത്ത് കൊടുക്കാം. ഒരു കപ്പ് ക്യാരറ്റ് ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു കപ്പ് പൊട്ടാറ്റോ കട്ട് ചെയ്ത് വെച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു കപ്പ് ബീൻസും കൂടെ കട്ട് ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 2 പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടിയെല്ലാം എരിവിനനുസരിച്ച് നമുക്ക് കൂട്ടിയും കുറച്ചും എടുക്കാവുന്നതാണ്. ഇതിലേക്ക് ഇനി 1 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി അല്പം വേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി വെജിറ്റബിൾസ് എല്ലാം നമുക്കൊരു 3 വിസിൽ വരുത്തി നന്നായി തന്നെ ഒന്ന് വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇതിലോട്ട് ഫ്രഷ് ഗ്രീൻ പീസാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്, അതുകൊണ്ട് എല്ലാം ഒരേ ടൈമിൽ നമുക്ക് വെന്ത് കിട്ടും. ഇനി ഇതിലേക്കുള്ള തേങ്ങയൊന്ന് അരച്ചെടുക്കണം. അതിനായിട്ട് 1 കപ്പ് തേങ്ങ എടുത്തതിലോട്ട് 3/4 ടീസ്പൂണോളം പെരിഞ്ജീരകം പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളം ചേർത്ത് നന്നായി തന്നെ ഒന്ന് അരച്ചെടുക്കാം. ഇനി ഇതിലേക്കുള്ള സവാള ഒന്ന് വഴറ്റിയെടുക്കണം. അതിനായിട്ട് ഇപ്പോൾ ഒരു പാൻ വെച്ച് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കടുകെല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. ഈ സമയം ഒരു സവാള ചോപ്പ് ചെയ്ത് വെച്ച് ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസ് സവാള ചോപ്പ് ചെയ്ത് വെച്ചതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് കുറച്ച് വേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ സവാളയും വേപ്പിലയും എല്ലാം കൂടെ നന്നായി തന്നെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചതോ ജിഞ്ചർ ഗാർലിക് പേസ്റ്റോ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ പേസ്റ്റാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതൊന്ന് റോസ്മെല്ലൊന്ന് മാറി വരണം. ഇപ്പോൾ റോസ്മെല്ലെല്ലാം ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഇതിലോട്ട് വേവിച്ച് വെച്ച് വെജിറ്റബിൾസും കൂടി ചേർത്ത് കൊടുക്കാം. വെജിറ്റബിൾസ് എല്ലാം നന്നായി തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലൊരു പോർഷനിൽ ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കാം. അപ്പോൾ കറിക്ക് കുറച്ചുകൂടെ ഒരു തിക്നെസ് എല്ലാം ലഭിക്കും. ഒരു സൈഡ് മാത്രം ഒന്ന് ഇതുപോലെ ഒന്ന് സ്മാഷ് ചെയ്തെടുത്താൽ മതിയാവും. ഇപ്പോൾ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് അരച്ചു വെച്ച തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കാം. മിക്സിയുടെ ജാറിൽ അല്പം വെള്ളം ചേർത്ത് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ സമയം നമുക്ക് അല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം. നമ്മൾ വെജിറ്റബിൾസിൽ ഓൾറെഡി ചേർത്ത് കൊടുത്തിട്ടുള്ളതാണ്, അതുകൊണ്ട് കുറച്ച് ഉപ്പ് മാത്രമേ ഇപ്പോൾ ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇപ്പോൾ കറി നന്നായി തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. അരപ്പെല്ലാം നന്നായി വെജിറ്റബിൾസിലെല്ലാം പിടിച്ചു വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. വെജ് കുറുമ റെഡിയായ ശേഷം ഇപ്പോൾ ഒരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ തന്നെ ഫീഡ്ബാക്ക്സ് ഉണ്ടെങ്കിൽ അറിയിക്കാനും മറക്കരുത്. താങ്ക്